ഓം ഗം ഗണപതയേ നമഃ. നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് മനസ്സിലാക്കാം. രോഹിണി നക്ഷത്രക്കാർ സാധാരണയായി അല്പം തടിച്ച ശരീരപ്രകൃതരായി കാണപ്പെടുന്നു. ഇവരുടെ രാശി അടയാളം കാളയായതുകൊണ്ടാണ്. ആകപ്പാടെ കാളയുടെ ആകൃതിയുമായി പൊരുത്തപ്പെടുന്ന ആകൃതിയായിരിക്കും ഇവരുടേത്. ഇവരുടെ ജാതകത്തിൽ ലഗ്നത്തിന് ആദിത്യനുമായോ വ്യാഴവുമായോ യോഗം വന്നാൽ തടിയോടൊപ്പം പൊക്കക്കൂടുതലും കണ്ടെന്ന് വരും. പൊതുവെ ഇവർക്ക് ഒരു ആകൃതി സൗഭാഗ്യം ഉണ്ടായിരിക്കും. പലരുടെ നടുക്ക് ഇവരുടെ ആകർഷണീയത കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കും. അതായത് ഇവർ പലരുടെയും കൂടെ നിൽക്കുന്ന സമയത്ത് പോലും ഇവരുടെ ആകർഷണീയത കൊണ്ട് നമുക്കിവരെ തിരിച്ചറിയാൻ സാധിക്കും. കണ്ണുകൾ വലുതും തിളക്കമുള്ളതുമായിരിക്കും. ആളുകളോട് അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടുകയില്ലെങ്കിലും അടുത്ത് പരിചയിക്കുന്നവരോട് സ്നേഹപൂർവവും അന്തസ്സുമായും ഇവർ പെരുമാറും. ഇവർ കാളയെപ്പോലെ സൗമ്യ പ്രകൃതക്കാരാണെങ്കിലും ക്ഷോഭിച്ചു പോയാൽ ചുവപ്പു കണ്ട കാളയെപ്പോലെ തന്നെ പക വീട്ടാതെ അടങ്ങുകയില്ല. ഇവർ ബുദ്ധിജീവികളും മനസ്വികളുമായിരിക്കും. ഏത് തൊഴിലും സമർത്ഥമായും ആത്മാർത്ഥമായും മനസ്സിരുത്തിയും ചെയ്യും. ഒരു പ്രവർത്തനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ യന്ത്രം പോലെ പ്രവർത്തിക്കും. ചുറ്റുപാടുകൾക്കിണങ്ങിയും മറ്റുള്ളവരുടെ പണമിടപാടുകളിൽ കണിശം കാണിക്കുമെങ്കിലും സ്വന്തം വരവു ചിലവുകളെപ്പറ്റി തീരെ ശ്രദ്ധിക്കാറില്ല. രോഹിണി നക്ഷത്രക്കാർക്ക് ആവശ്യം വരുമ്പോൾ ഈശ്വരാനുകൂല്യവും വന്നുകൊള്ളും. രോഹിണി നക്ഷത്രാധിപൻ ചന്ദ്രൻ ആയതുകൊണ്ടും ഇവരുടെ രാശ്യാധിപൻ ശുക്രനായതുകൊണ്ടും യുഗ്മരാശി ആയതുകൊണ്ടും ഇവരിൽ സ്ത്രീ ഗുണങ്ങളും സ്ത്രീ സ്വഭാവ സവിശേഷതകളും മുന്നോട്ടു നിൽക്കും. കഴിവുകൾ ഉണ്ടെങ്കിലും അഹംഭാവം കാണിക്കുകയില്ല. മറ്റുള്ളവരുടെ പ്രശംസയിൽ കുടുങ്ങി അപകടത്തിൽ ചാടാറില്ല. സ്വാത്വികരായതുകൊണ്ട് മനസ്സിന് നല്ല സ്ഥിരതയുള്ളവരാണ്. ചെറിയ അപകടങ്ങൾ വന്നു എന്ന് വിചാരിച്ച് പതറുകയോ ആത്മധൈര്യം കൈവിടുകയോ ചെയ്യാറില്ല. ദൃഢനിശ്ചയതയോടും ആത്മവിശ്വാസത്തോടും കൂടി പരാജയപ്പെട്ട പ്രവർത്തനങ്ങളിൽ തന്നെ വീണ്ടും വീണ്ടും ഏർപ്പെട്ട് വിജയം വരിക്കും. ഈ സ്വഭാവ വിശേഷണം കാരണം രോഹിണി നക്ഷത്രക്കാരെ മറ്റുള്ളവർ ബഹുമാനിക്കും. മറ്റുള്ളവർ ബഹുമാനിക്കുന്ന ലളിത ജീവിതമായിരിക്കും ഇവരുടേത്. ഇവർ നീചകർമ്മങ്ങളിൽ തൽപരരാകില്ല. വികാരങ്ങൾക്ക് അടിമപ്പെട്ട് വേണ്ടാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയുമില്ല. മറ്റുള്ളവരുടെ കുറവു കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ കഴിവുള്ളവരായിരിക്കും. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഇവർ തയ്യാറാവും. പല വിദ്യയിലും നിപുണരായിരിക്കുമെങ്കിലും ഒരു വിദ്യയിലും പൂർണ്ണത്വമുണ്ടാവുകയില്ല. ഇവർക്ക് ജാതകത്തിൽ ബുധനും വ്യാഴനും നല്ല സ്ഥാനത്തല്ലെങ്കിൽ എഴുത്തും വായനയിലും കണക്കും മോശമായിരിക്കും. ഇവർ സ്വതന്ത്ര സ്വഭാവക്കാരായതുകൊണ്ട് മറ്റുള്ളവരുടെ അധികാരവും മേൽക്കോയ്മയും തീരെ വകവച്ച് കൊടുക്കില്ല. അച്ഛനേക്കാളും ഇവർക്ക് മാതാവിനോടാണ് കൂടുതൽ സ്നേഹവും ആകർഷണവും കാണുന്നത്. പുരുഷന്മാരെക്കാൾ സ്ത്രീകളോട് കൂടുതൽ അടുപ്പവും കാണും. ഇതിനു കാരണം രോഹിണിയുടെ അധിപനായ ചന്ദ്രൻ സ്ത്രീഗ്രഹവും മാതൃകാരകനുമായതിനാലാണ്. 19 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഇവർക്ക് വളരെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ജീവിതമധ്യത്തിലും ജീവിതാന്ത്യത്തിലും ഇവർ സാമാന്യം സുഖകരമായി കഴിയുന്നു. ശുദ്ധഗതിക്കാരായതുകൊണ്ട് മറ്റുള്ളവരെ വിശ്വസിച്ച് ചതി പറ്റാൻ ഇടയാകും. സ്ഥാനമാനങ്ങൾക്കും പ്രശംസകൾക്കും വേണ്ടി എത്ര പണം വേണമെങ്കിലും ചിലവാക്കും. ശരീരസുഖത്തിനും ഇന്ദ്രിയസുഖത്തിനും സ്ത്രീ സഹവാസത്തിനും വലിയ താല്പര്യം കാണും. ഇവർക്ക് സാധാരണ പ്രവർത്തന വിജയം ലഭിക്കുമെങ്കിലും അതുവരെ ക്ലേശിച്ചതിന് ശേഷം കാലപ്പഴക്കം കൊണ്ടേ ലഭിക്കുകയുള്ളൂ. ഇവർക്ക് പുസ്തകമെഴുത്തിലും പ്രസിദ്ധീകരണത്തിലും ശോഭിക്കാൻ കഴിയും. കലാരംഗങ്ങളിലും കഴിവ് വ്യക്തമാക്കും. എപ്പോഴും വൃത്തിയായും ശുചിയായും നടക്കും. ദേഹസുഖഭോഗത്തിൽ താല്പര്യം കൂടുതൽ കാണിക്കാറുള്ളതുകൊണ്ടും
പൊതുവെ അലസന്മാരായതുകൊണ്ടും ഇവർക്ക് മൂത്രരോഗം, പ്രമേഹം, ക്ഷയം, ദുർമേധസ്, വായുക്ഷോഭം, കഫരോഗങ്ങൾ എന്നിവ ബാധിക്കാനുള്ള സാധ്യത കൂടും. രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകൾ മുഖപ്രസാദമുള്ളവരും ആകർഷകരമായ കണ്ണുകളോടു കൂടിയവരും വശ്യമായ പുഞ്ചിരിയുള്ളവരും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ലാളിത്യത്തോടു കൂടിയുള്ളവരും ആയിരിക്കും. മാതൃകാപരമായ ജീവിതം നയിച്ചുകൊണ്ട് ഭർത്താക്കന്മാർക്ക് എപ്പോഴും സഹായവും പ്രേരണയുമായിരിക്കും. ക്ഷമയും മനഃശക്തിയും ഉണ്ടായിരിക്കും. ആഭരണാദി അലങ്കാരങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഇവരുടെ സ്വഭാവമാണ്. ധാർമ്മികമായ പ്രവൃത്തികളിൽ താൽപ്പര്യവും ഈശ്വരഭക്തിയും ഉണ്ടായിരിക്കും. സ്വഭാവദൂഷ്യം, അസൂയ ഇവയൊന്നും ഉണ്ടായിരിക്കുകയില്ല. രോഹിണി നക്ഷത്രക്കാരുടെ ജാതകത്തിൽ ശനി ലഗ്നം 2, 5, 6, 7, 10, 11 ഈ ഭാവങ്ങളിൽ നിന്നാൽ ശനിയുടെ ദശാപഹാരങ്ങളിൽ നല്ല ഫലം ലഭിക്കും. അതുപോലെ 5ന്റെ അധിപനായ ബുധൻ മൗഢ്യം ഇല്ലാതെ ലഗ്നം ഭാവത്തിൽ ബുദ്ധിസാമർഥ്യം വളരെ പ്രദർശിപ്പിക്കും. ജാതകത്തിൽ ബുധനും ശുക്രനും നല്ല സ്ഥാനങ്ങളിൽ യോഗം ചെയ്താൽ വലിയ ഉന്നതി ലഭിക്കും. ശനിയും ബുധനും ചേർന്ന് 9ൽ നിൽക്കുകയും രാഹു കുംഭത്തിൽ വരികയും ചെയ്താൽ തീർത്ഥസ്നാന യോഗം ഉണ്ടാകും. ചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുന്നത് നല്ലതല്ല എന്നു പറയപ്പെടുന്നു. സൂര്യനും ശനിയും 11ൽ നിന്നാൽ ദീർഘയോഗം ഉണ്ടാവും. ചൊവ്വ 7ൽ നിന്നാൽ ചൊവ്വാദശയിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാവും. ഇടവം, മിഥുനം, കന്നി, വൃശ്ചികം, മകരം, കുംഭം എന്നീ ലഗ്നക്കാരുമായും തിങ്കൾ, ബുധൻ, വെള്ളി, ശനി എന്നീ ആഴ്ചകളിലും ഇടപാടുകൾ നല്ല ഫലം തരും. ഈ ആഴ്ചകളിൽ ചന്ദ്രോഹാര ഏറ്റവും നന്നായിരിക്കും. ഈ ഓരോ മേഖലയിലും ജനിച്ചവരുടെ സ്വഭാവത്തിൽ രോഹിണി നക്ഷത്രനാഥനായ ചന്ദ്രൻ്റെയും ഇടവരാശാധിപനായ ശുക്രൻ്റെയും സ്വഭാവ വിശേഷതകളും അനുഭവങ്ങളും കാണുമെങ്കിലും അവയെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് നക്ഷത്രാപഹാര നാഥനാണ്. ഹോരാസരം ശരീരത്തിൻ്റെ മുകൾ ഭാഗത്ത് ധാരാളം രോമമുള്ളവനും സമൂഹത്തിൻ്റെ നേതാവും മുഖത്തിലും മുതുകിലും പാർശ്വവിഭാഗങ്ങളിലും മറുകുള്ളവനും ചലിക്കുന്ന സ്വഭാവമുള്ളവനും അമ്മയ്ക്ക് അപ്രിയനും ധനികനും വിദ്വാനുമായിരിക്കും. ബൃഹത് സംഹിത രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവൻ ശുചിയും പ്രിയംവദനും സ്ഥിരബുദ്ധിയും സ്വരൂപനും ആയിരിക്കും. യവനേശ്വരൻ പുത്രസമ്പത്തും പശുസമ്പത്തും ഉള്ളവനും വിദ്വാനും ദാനശീലനും അല്പം സംസാരിക്കുന്നവനും സ്ഥിരബുദ്ധിയും കാളയെപ്പോലെ നടക്കുന്നവനും തേജസ്വിയുമായിരിക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവൻ. ബൃഹത് സംഹിത രോഹിണിയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ വ്യാപാരം, ഭരണാധികാരി, യോഗി, വണ്ടിയോടിക്കുന്നവൻ, പശു, കാള, ജലജന്തുക്കൾ, കൃഷിക്കാർ, പർവ്വതപ്രദേശം, ഐശ്വര്യം. ഇനി ജാതക പരാജിതം മറ്റുള്ളവരുടെ രഹസ്യം അറിയാവുന്നവൻ, കൃശരീരൻ, അറിവുള്ളവൻ, പരസ്ത്രീ തൽപരൻ. ഇനി 6ാമത്തേത് ബൃഹത് ജാതക പദ്ധതി. രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുന്നവൻ നേത്രരോഗിയും കുലശ്രേഷ്ഠനും ഇഷ്ടമായി സംസാരിക്കുന്നവനും പാർശ്വഭാഗങ്ങളിൽ അടയാളമുള്ളവനും ശുദ്ധമനസ്സും മാതാവിന് ഇഷ്ടമില്ലാത്തവനും സുന്ദരനും ധനവാനുമായിരിക്കും. ഇനി 7ാമത്തേത് ഹോര. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവൻ സത്യവക്താവും പ്രിയംവദനും സ്ഥിരബുദ്ധിയും സുന്ദരനുമായിരിക്കും. 8 മരണകണ്ഠി. സുന്ദരിമാരോടുകൂടി മനസ്സിനിണങ്ങി പെരുമാറുന്നവനും കള്ളം പറയാത്തവനും പ്രശസ്തിയോടുകൂടി ജീവിക്കുന്നവനും ഭംഗിയായി നെയ്യും പാലും കൂട്ടി ആഹാരം കഴിക്കുന്നവനുമായിരിക്കും. അതുപോലെ തന്നെ ഗുണശീലനും പറയുന്നത് അനുസരിക്കുന്നവനും ഇടുങ്ങിയ പുരികമുള്ളവനും സുന്ദരനും പണ്ഡിതനും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു പ്രവർത്തിക്കുന്നവനും ഇടതുവശം മറുകുള്ളവനും സുന്ദരമായ ശരീരമുള്ളവനും ആയിരിക്കും. രോഹിണി നക്ഷത്രക്കാർക്ക് ആദ്യ ദശ ചന്ദ്രദശ 10 വർഷം തുടർന്ന് ചൊവ്വാദശ 7 വർഷം, രാഹുദശ
1.8 വർഷം. വ്യാഴദശ 16 വർഷം. ശനിദശ 19 വർഷം. ബുധദശ 17 വർഷം. കേതുദശ 7 വർഷം. ശുക്രദശ 20 വർഷം. രവിദശ 6 വർഷം. ജീവിതത്തിൽ ക്ലേശകരമായ വർഷങ്ങൾ: 5-ാം വർഷം ജലഭയം, 7-ാം ശത്രുഭയം, 9-ൽ മുകളിൽ നിന്നും വീഴ്ച, 16 വിഷഭയം, 18-ൽ അഗ്നിഭയം, 32-ൽ വാദത്താൽ, 55-ാം വയസ്സിൽ ചോരഭയം, 57-ൽ ജലഭയം, 60-ാമത്തെ വയസ്സിൽ ഉദരരോഗം, 69-ൽ സ്നേഹിതരാൽ, 90-ാമത്തെ വയസ്സിൽ ധനുമാസം കൃഷ്ണപക്ഷം തിങ്കളാഴ്ചയായും അത്തം നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം 7 നാഴികയ്ക്ക് സന്നിപാത ജ്വരം കൊണ്ട് മരണതുല്യമായ ക്ലേശവും അനുഭവിക്കും എന്നാണ് ജാതകവശാൽ പറയപ്പെടുന്നത്. ശരീരാവയവം: മുഖം, വായ്, നാക്ക്, ടാൻസിൽ, അണ്ണാക്ക്, കഴുത്ത്, കഴുത്തിലെ എല്ല്, കഴുത്തിലെ കശേരുക്കൾ. രോഗങ്ങൾ ഇവർക്ക് വരാൻ സാധ്യതയുള്ളത്: തൊണ്ടയടപ്പ്, ചുമ, ജലദോഷം, കാലുകളിൽ വേദന, സ്തനങ്ങളിൽ വേദന, തീണ്ടാരി ക്രമമില്ലാതിരിക്കൽ, നീരുകൾ, അതായത് മെൻസസ് കറക്റ്റ് ആവാതിരിക്കുക സ്ത്രീകൾക്ക്. സ്വഭാവ സവിശേഷതകൾ: പ്രസക്തമായ പെരുമാറ്റം, നല്ല പ്രകൃതി, പ്രമേഹ സംഗീത വാസന, കലാ താൽപര്യം, സാഹിത്യാഭിരുചി, പൊതുപ്രവർത്തനം, ദയാലുത, സ്ത്രീ ആസക്തി, വിശ്വസനീയത, മധുരമായ സംസാരം, സ്ഥിരബുദ്ധി, കാഴ്ചയ്ക്ക് സുമുഖനുമായിരിക്കും. പിന്നീട് രോഹിണി നക്ഷത്രത്തിൻ്റെ ദേവത ബ്രഹ്മാവും ഗണം മാനുഷ്യഗണവും, യോനി സ്ത്രീ യോനിയും, ഭൂതം ഭൂമിയും, മൃഗം നൽപാമ്പും, പക്ഷി പുള്ളും, വൃക്ഷം ഞാവലും, 42 ചെറിയ നക്ഷത്രങ്ങൾ ചേർന്നതാണ് രോഹിണി. ചിങ്ങം രാശിയിലെ 2.5 നാഴിക ചേരുമ്പോൾ ഇത് ഉച്ചസ്ഥിതിയിലാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. ഇതിപ്പോൾ വീഡിയോ ഇപ്പം തന്നെ ഒരുപാട് ലെന്ത് പോയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, രോഹിണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ, ഈ പറഞ്ഞതിൽ എത്ര ശതമാനത്തോളം സത്യസന്ധമാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇതല്ലാതെ തന്നെ ഉത്തര ഉണ്ണി, ഉത്തര പ്രമോ ജംഗ്ഷൻ, തമ്പിച്ചൻസ് വേൾഡ്, തമ്പിച്ചൻ ഷോർട്സ്, അങ്ങനെ ഒരുപാട് ചാനലുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനലുകളിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനിയും ഇതുപോലെയുള്ള വളരെ നല്ല നല്ല ക്ഷേത്ര ഐതിഹ്യങ്ങളും അതുപോലെ ഷോർട്സുകളും ഇതുപോലെ നക്ഷത്ര ഫലങ്ങളും ഒക്കെയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും നന്ദി, നമസ്തേ.